അലൈക്കും വെൽക്കം ബാക്ക്. ഞങ്ങൾ തിരൂർ പോവാണ് ഇഷുവിൻ്റെ ഒരു പരിപാടിക്കല്ലേ പറഞ്ഞ ചിത്രം വരയ്ക്കാൻ പോവാണ്. ആ ബായ് പറയും. ഷെസ് പറയും ഹായ് പറയും. ആ അണ്ട ഇറങ്ങൂല ടോവിക്കോ ഇങ്ങോട്ട് വാ. അത് കുട്ടി വികൂലേ ഇങ്ങോട്ട് വാ. വണ്ടി വരട്ടെ, വണ്ടി എടുക്കട്ടെ ബാവട്ടാ. ബാവ അയച്ചൊക്കെ പോയിക്കണ്ടേ, വണ്ടി എടുക്കണ്ട ചോദിച്ചേക്കാം. കേറിക്കൂടെ കേറേ എനിക്ക് കയറ്റി കൊടുത്ത ഇഷോ. ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഞങ്ങളിന്ന് തിരൂർ പോവാണ്. നിഷുവിൻ്റെ ഒരു പരിപാടി ഉണ്ട്. ഓളെ ബഡ്സ് സ്കൂളിൻ്റെ ഭാഗമായിട്ട് ഒരു എന്താ പറയുക കലോത്സവം കാര്യങ്ങളൊക്കെ തിരൂർ ടൗൺ ഹാളിൽ വെച്ചിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടേക്ക് പോവാണ്. ഞാനും ഉപ്പയും ഉമ്മയും പിന്നെ നിഷു അവളെ ചെറിയ അനിയത്തിയാണ്, പിന്നെ ടാപ്പു. ഞങ്ങൾ 5 പേരൂടെയാണ് പോണത്. മോന് തീരെ വയ്യായിരുന്നു, എനിക്ക് ഛർദിയൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഒന്ന് റിക്കവറി ആയി വരുന്നുള്ളൂന്. ഉച്ചൂച്ചിയോടെ ഉച്ചൂച്ചിയുടെ ഇവിടെ എവിടെയാ എപ്പോണ്ട് പോണേ? എന്തി എനിക്ക് പോണേ? രാജ പോവാ എപ്പോ കിട്ടിക്കണ? എന്താണ് ഷൂ പറഞ്ഞ? ഷൂ പറയേ എന്താ? അങ്ങനെ എൻ്റെ ടാപ്പുദാ സീറ്റിലെത്തി ഗൈസ്. ചിത്രം വരച്ച എന്താ ആളെ സിബിയുടെ അതെന്താ സിബി മിയാവ് എന്താ നോക്കണ്ടേ? വണ്ടിയുടെ വണ്ടി എന്ത് പോ ചൂച്ചൂടെ എന്താ ചിത്രം വരക്കാത്തീയേ? വരക്കുവോ? അങ്ങനെ ദാ ഞങ്ങൾ തിരൂർ ടൗൺ ഹാളിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. തിരൂർ നഗരസഭ ടീച്ചേഴ്സിന്റെയും രക്ഷിതാക്കളുടെയും ശ്രദ്ധയ്ക്ക് എല്ലാവരും വേദി ഒന്നിലെ
സദസ്സിലേക്ക് കയറിയിരിക്കേണ്ടതാണ്. ഉദ്ഘാടനം ഏതാണ്? ഇതാണ് കേട്ടോ നിഷുവിൻ്റെ മിസ്സ്. അപ്പോൾ ഞങ്ങൾ ഈ എത്തിയ സമയത്ത് അവിടെ ഉദ്ഘാടനവും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിഷു പോകുന്ന പോലെ ഒന്നുമല്ല കേട്ടോ. അവിടെ എത്തിയപ്പോഴത്തേനും ഓളെ മൂടാകെ ചേഞ്ച് ആയിട്ടുണ്ട്. ടാപ്പു ദാ ബിസ്ക്കറ്റ് കഴിക്കുന്നു, ചായ കുടിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ മുകളിലോട്ട് കയറുകയാണ്. അവിടെയാണ് ഉദ്ഘാടനം നടക്കുന്നത്. അവിടുത്തെ ഹോളിലേക്ക് പോവാം കേട്ടോ. അതിലുപരി അവരുടെ രക്ഷിതാക്കൾ, മാധ്യമ തിരൂരിലെ നല്ലവരായ നാട്ടുകാരായിരുന്നു. മലപ്പുറം കുടുംബശ്രീ കൃത്യമായ നേതൃത്വം നൽകി തന്റെ ഒഫീഷ്യൽ പരിപാടിയുടെ സംഘാടന മികവും മനോഹരമായ പ്രവർത്തന മികവും കാണിച്ചു മുന്നോട്ട് പോകുന്ന മലപ്പുറം ജില്ലാ ലക്ഷ്മി കോർഡിനേറ്റർ ശ്രീ പി സുരേഷ് കുമാർ ഉത്സവ വേദിയുടെ ഉദ്ഘാടന ചടങ്ങിന്റെ അധ്യക്ഷൻ പടപൊരുതി വിജയിച്ച പൊന്നാനി BRC മൂന്നാം സ്ഥാനം BRC പൊന്നാനി. വിവിധ തെറാപ്പികൾ അടക്കമുള്ള നിരവധി പ്രവർത്തനങ്ങളെ മാനദണ്ഡമാക്കിക്കൊണ്ട് കുടുംബശ്രീ അണിയിച്ചൊരുക്കിയ ഈ അവാർഡ് 2024 ശരഭങ്ങളുടെ വേദിയിൽ വെച്ചുകൊണ്ട് ബഹുമാനനായ മന്ത്രി വി അബ്ദുറഹ്മാൻ അവர்கள் ഈ പ്രതിഭകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് സമ്മാനിക്കുകയാണ്. നല്ലൊരു നിറഞ്ഞ കൈയടി. മൂന്നാം സ്ഥാനം BRC പൊന്നാനി. കുമാരനാശാനും ചെറുക്കാട്ടും ഉറൂവും അങ്ങനെ പൈതൃകം വളർത്തുന്ന നിരവധി മഹാന്മാർ വളർത്തിയെടുത്ത ആ മലപ്പുറം ജില്ലയുടെ മണ്ണിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് ഈശ്വൻ. ആ ഈശ്വരന്റെ താളം പിടിച്ച കൊണ്ടോട്ടിയുടെ മനോഹരമായ മണ്ണിൽ നിന്ന് ഈശ്വരന്റെ താളത്തോടൊപ്പം പടപൊരുതി വിജയിച്ച് രണ്ടാം സ്ഥാനം നേടിയിരിക്കുന്നു കൊണ്ടോട്ടി ബഡ്സ് സ്കൂൾ. അതെ, വൈദ്യുതിയുടെ ജനപ്രതിനിധികൾ കൂടി ഈ അവാർഡ്, അതായത് നഗരസഭയുടെ പഞ്ചായത്തിന്റെ ജനപ്രതിനിധികൾ കൂടി ഈ അവാർഡ് ഏറ്റുവാങ്ങുന്നതിൽ പങ്കാളികളാകണമെന്ന് അറിയിക്കുകയാണ്. ഇപ്പോൾ കടന്നു വരുന്നത് ഈശ്വരന്റെ മുന്തിരി ചാടൊഴുകുന്ന പടപ്പാട്ടുകളുടെ ചരിത്രം എഴുതിയ മോയിക്കുട്ടി വൈദ്യരുടെ മണ്ണിൽ നിന്ന് പടപൊരുതി വിജയിച്ച ആ പടയാളികൾ, കൊണ്ടോട്ടിയുടെ ചുണക്കുട്ടികൾ. രണ്ടാം സ്ഥാനം ബഡ്സ് സ്കൂൾ കൊണ്ടോട്ടി. കരഘോഷത്തോടുകൂടി ബഡ്സ് സ്കൂൾ കൊണ്ടോട്ടിയെ കൂടി ക്ഷണിക്കുകയാണ്. ജനപ്രതിനിധികൾ, നമ്മുടെ മക്കൾ, എല്ലാവരെയും ഒഫീഷ്യൽസ്, ടീച്ചേഴ്സ്, കഠിനാധ്വാനം ചെയ്ത എല്ലാവരെയും ഒരിക്കൽ കൂടി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. രണ്ടാം സ്ഥാനം പടപ്പാട്ടിന്റെ കാഹളം മുഴങ്ങി ഈശ്വരന്റെ മുന്തിരി ചാറൊഴുകി
പരിശീലനങ്ങളിലും കലാവേദികളിലും കായിക വേദികളിലും തനതായ പ്രവർത്തനങ്ങളിലുമൊക്കെ മികവുറ്റ പ്രവർത്തനം കാഴ്ചവെച്ച് ഹിമവണിഞ്ഞ ഹിമവൽകുന്ന മന്ത്രണം കേട്ടുറങ്ങുന്ന ആ മണ്ണിൽ നിന്ന് മികച്ച പോരാട്ടം നടത്തി സ്പെക്ട്രം വാളഞ്ചേരി. ഇവരില്ലാതെ ഏതൊരു അവാർഡ്, ഇവരില്ലാതെ ഏതൊരു കലാവേദി, ഇവരില്ലാതെ ഏതൊരു പ്രവർത്തനം, അതാണ് മലപ്പുറം ജില്ലയുടെ മാടഞ്ചേരിയുടെ ചരിത്രം. സ്പെക്ട്രം മാടഞ്ചേരിയുടെ ആ പ്രതിഭകളെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. എവിടെയും കയ്യൊപ്പ് ചാർത്തി നല്ലൊരു പ്രവർത്തനങ്ങൾ കൊണ്ട് കയ്യൊപ്പ് ചാർത്തി നിറഞ്ഞ മനസ്സോടെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന സ്പെക്ട്രം മാടഞ്ചേരി കഴിഞ്ഞ വർഷത്തെ മികച്ച പ്രവർത്തനത്തിനുള്ള സ്പെഷ്യൽ ജൂറി അവാർഡ്, സ്പെഷ്യൽ ജൂറിയെ നിയോഗിച്ചുകൊണ്ട് തിരഞ്ഞെടുത്തിയ കുടുംബശ്രീയുടെ അവാർഡ് ഏറ്റുവാങ്ങുന്ന ഒന്നാം സ്ഥാനം സ്പെഷ്യൽ സ്കൂൾ മാടഞ്ചേരി. സ്പെക്ട്രം മാടഞ്ചേരി ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നു. അവർക്കുള്ള മനോഹരമായ സമ്മാനം ഇതാ ഉപഹാരം ട്രോഫി നൽകിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഉദ്ഘാടനവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്താ ഒരു ചിത്രരചനാ മത്സരം ഇവിടെ തുടങ്ങുകയാണ് കേട്ടോ. നിഷുള്ളത് ചിത്രരചനക്കാണ്. ഇവിടെ 2-3 സ്റ്റേജുകളിലൊക്കെ ആയിട്ട് എല്ലാ കലാപരിപാടികളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ബഡ്സ് സ്കൂള്, മലപ്പുറം ജില്ലയിലെ എല്ലാ ബഡ്സ് സ്കൂളുകളുടെയും പരിപാടി ഒരുമിച്ച് ഇവിടെ വെച്ച് നടത്തുകയാണ്. ശലഭങ്ങൾ 2024 എന്ന് പറഞ്ഞ പേരിലാട്ടോ അവിടെ ജില്ലാ കലോത്സവം നടത്തുന്നത്. ഒരുപാട് ആൾക്കാർ, ഒരുപാട് കുട്ടികളൊക്കെ പങ്കെടുക്കുന്നുണ്ട്. ഇങ്ങനത്തെ കുട്ടികൾക്ക് അവരെ കഴിവുകളൊക്കെ പുറത്തെടുപ്പിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു വേദി തന്നെയാണ് ഇവർ ഒരുക്കിയിട്ടുള്ളത്. നിഷുക്കാണെങ്കിൽ എവിടേക്കെങ്കിലൊക്കെ പോകുമ്പോൾ ഒരു സൈസ് വാശിയൊക്കെ കാരണം എത്ര ആയിട്ടും ഓള് ചിത്രം വരയ്ക്കാനൊന്നും കൂട്ടാക്കുന്നില്ല. ഓളെ മിസ് ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഒരു സമയമാകുമ്പോൾ ഓളെന്നെ ഞാനെന്ത് പറഞ്ഞിട്ടും വേണ്ടിയില്ല, ഓള് പിന്നെ ഓക്കൊരു സമയമാകുമ്പോൾ ഓള് വരക്കും. ഒരുപാട് കുട്ടികൾ ഈ ഒരു മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല നല്ല വരകളൊക്കെ ഉണ്ട്. നമുക്ക് അതിനുള്ളിലേക്ക് കയറാനുള്ളൊരു ഇതില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്ത് നിന്നിട്ടാണ് വീഡിയോ എടുത്തത്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ഓള് വരക്കലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫുഡ് കഴിക്കാനൊക്കെ പോയി. കുറച്ച് പരിപാടികളൊക്കെ കണ്ട് ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. പോകാനായപ്പോഴത്തേക്ക് ഓള് മിസ്സിനോടൊക്കെ നല്ല എന്താ പറയുക മിങ്കിളായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഓളത് ആ മെമ്പറാണത്. മെമ്പർക്കൊക്കെ കൈയൊക്കെ കൊടുത്ത് വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് ഗായ്സ്. നല്ല കുട്ടിയായി പറയും. ചിത്രം വരച്ചു. എനിക്കറിയാം പൂവാണ് വരച്ചത്. എവിടെയാണ്? അങ്ങനെ തിരിച്ചു പോണ വഴിയിൽ തിരൂരുള്ള ഷൂഡൻ്റെ ഷോപ്പുണ്ടല്ലോ, അവിടെ ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നേ.
ഒരു കുഞ്ഞു ചാനലിൽ ഒരുപാട് വ്ളോഗ്സൊക്കെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക. അപ്പോൾ ഞങ്ങൾ വീട് എത്താറായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.